കോഴിക്കോട് പോലീസ് മർദ്ദനമേറ്റ ആദിവാസി വിദ്യാർത്ഥിയെ സ്വാധീനിക്കാൻ പോലീസിന്റെ ശ്രമം. പോലീസ് മൊഴിമാറ്റാൻ നിർബന്ധിച്ചെന്ന വിദ്യാർത്ഥി. മൊഴിമാറ്റാൻ പണം വാഗ്ദാനം ചെയ്തെന്നും വിദ്യാർത്ഥി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. എന്നോട് പറഞ്ഞ് ഈ മൊഴി മാറ്റി പറയണം, പൈസ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, ആശുപത്രി ചിലവൊക്കെ നോക്കാം. എന്നെ അടിച്ച പോലീസുകാരന് ഇതൊരു മെൻ്റലി പ്രോബ്ലം ഉണ്ട്, മരുന്ന് കുടിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ മെൻ്റൽ പ്രോബ്ലം ഉള്ള ആളെ പോലീസിൽ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് അത് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കി തരണം, പൈസ ഒക്കെ റെഡിയാക്കാം എന്നാണ് പറഞ്ഞത്. റിയാസ് കെമാർ വിവരങ്ങൾ നൽകുന്നുണ്ട്. റിയാസ്, ഈ വിദ്യാർത്ഥിയെ ഇപ്പോൾ സ്വാധീനിക്കാനാണ് പോലീസിന്റെ ശ്രമമെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് മൊഴി മാറ്റാൻ നിർബന്ധിക്കുന്നുവെന്ന് ഇപ്പോൾ ഈ വിദ്യാർത്ഥി പറയുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് ഈ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതിന് ശേഷം ഈ പോലീസ് ഈ കുട്ടിയെ സമീപിച്ചത്? എപ്പോഴാണ്? ഇത്തരം വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും കേരള വിഷൻ ന്യൂസിനോട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ആദിവാസി വിദ്യാർത്ഥിയായിട്ടുള്ള ഈ 14-കാരനെ ഇന്നലെ ക്ഷമിക്കണം, ഈ 20-ന് ആണ് ഈ പോലീസുകാർ മർദ്ദിക്കുന്നത്. മാതൃസഹോദരന്റെ വീട്ടിൽ വെച്ച് പോലീസ് മർദ്ദിച്ചു എന്നാണ് പരാതി. കക്കാടംപൊയിൽ ആദിവാസി കോളനിയിലെ വിദ്യാർത്ഥിക്കാണ് കിട്ടാങ്ങലിലെ മാതൃസഹോദരന്റെ വീട്ടിൽ വെച്ച് മർദ്ദനമേറ്റത്. ഞാൻ കഴിഞ്ഞ 20-ാം തീയതി രാത്രിയായിരുന്നു സംഭവം. പിതാവ് നിലമ്പൂരും മാതാവ് കോഴിക്കോടുമുള്ള ജോലി സ്ഥലത്തായിരുന്നു. അങ്ങനെ പഠിക്കാനായി ഈ വിദ്യാർത്ഥി മാതൃസഹോദരന്റെ വീട്ടിൽ താമസിച്ചു വരുന്നതിനിടെ ബുധനാഴ്ച പരീക്ഷ കഴിഞ്ഞ് നേരം വൈകിയതിനെ ചൊല്ലി മാതൃസഹോദരനുമായി വാക്തർക്കമുണ്ടായി. പ്രശ്നം രൂക്ഷമായപ്പോൾ മാതൃസഹോദരന്റെ ഭാര്യ പോലീസിനെ വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് കുന്നമംഗലം പോലീസിലെ 3 ഉദ്യോഗസ്ഥരെത്തി ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞത്. ആ വിഷയത്തിൽ ഇന്ന് രാത്രിയാണ് പോലീസ്, പ്രത്യേകിച്ച് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തുകയാണ്. കുന്നമംഗലം CIയുടെ നേതൃത്വത്തിൽ മൊഴിമാറ്റാൻ ശ്രമമുണ്ടായതായുള്ള ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. വിദ്യാർത്ഥി തന്നെയാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അത് അതീവ ഗൗരവകരമായ ഒരു വെളിപ്പെടുത്തലാണ്. പോലീസ് മൊഴിമാറ്റാൻ തന്നെ നിർബന്ധിച്ചു, ഒപ്പം തന്നെ തനിക്ക് പണം വാഗ്ദാനം ചെയ്തു എന്ന ഗൗരവകരമായ ഒരു വെളിപ്പെടുത്തൽ കൂടി വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. തന്നെ അടിച്ച പോലീസുകാരന് മാനസിക പ്രശ്നമുണ്ട് എന്ന് തന്നോട് പറയുകയും പരാതി പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാണ് വിദ്യാർത്ഥി കേരള വിഷൻ ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു വിഷയം, ഈ ഒരു വിവരം പുറത്തു വന്ന ഉടനെ തന്നെ തിരുവമ്പാടി പോലീസ് സ്റ്റേഷന് മുൻപിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തു. എന്തായാലും പോലീസ് ഇപ്പോൾ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഈ വിഷയത്തിൽ. നേരത്തെ കുന്നമംഗലം CI പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, മാത്രമല്ല അങ്ങനൊരു സംഭവം നടന്നതായി ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം പോലീസുകാരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പോലീസ് ഇൻസ്പെക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മാത്രമല്ല, ഇപ്പോഴാണ് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ വന്നാണ് കുന്നമംഗലം CI ഈ വിദ്യാർത്ഥിയുമായി സംസാരിച്ചത് എന്നുള്ളതും കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. എന്തായാലും ഈ പോലീസുകാർക്കെതിരെ ഒരുപക്ഷെ വകുപ്പ് നല്ല നടപടി എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കേരള വിഷൻ ന്യൂസിന്റെ ഉൾപ്പെടെ വാർത്തയുടെ പശ്ചാത്തലത്തിൽ പോലീസ് വന്നിരിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അനുജ, റിയാസ്, ഈ കുട്ടിയോട് എന്തിന്റെ പേരിലാണ് ഈ മർദ്ദനം ഉണ്ടായത്? എന്താണ് ഈ ഇങ്ങനെയുള്ള മർദ്ദനം ഉണ്ടാകാനുള്ള കാരണം എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമാണോ? അതായത് കുട്ടി പറയുന്നത് താൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനമെന്ന് കുട്ടി പറയുന്നു. നന്നായി മർദ്ദിച്ച പോലീസ് ആദ്യം നന്നായി തന്നെ മർദ്ദിച്ചു. കാരണം പ്രധാനമായും ഈ മാതൃസഹോദരന്റെ വീട്ടിൽ നിന്നാണ് ഈ കുട്ടി പഠിച്ചിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടിയുടെ അച്ഛൻ തിരുവമ്പാടിയിൽ ജോലിക്ക് പോയിരുന്നു, നിലമ്പൂർ ജോലിക്ക് പോയിരുന്നു. അമ്മ കോഴിക്കോടും ജോലിക്ക് പോകുന്നതിനാൽ തന്നെ വീട്ടിൽ ആരുമില്ലാത്ത സ്ഥിതി ആയതുകൊണ്ട് മാതൃസഹോദരന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ കുട്ടി പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ മാസം 20-ന് ഈ കുട്ടി സ്കൂൾ വിട്ട് വൈകിയാണ് മാതൃസഹോദരന്റെ വീട്ടിലെത്തിയത്. അത് മാതൃസഹോദരൻ ആ സമയത്ത് ചോദ്യം ചെയ്തു. കാരണം അത് ചോദ്യം ചെയ്തപ്പോൾ ഈ കുട്ടി മുത്തശ്ശിയുടെ വീട്ടിലാണ് പോയത് എന്ന കാര്യം പറഞ്ഞു. എന്നാൽ മാതൃസഹോദരൻ വീണ്ടും തർക്കം തുറന്നതോടുകൂടി ഈ വിദ്യാർത്ഥി തിരിച്ചും തർക്കിക്കാൻ തുടങ്ങി. അങ്ങനെ വലിയ ഒരു വാക്തർക്കം ഉണ്ടായപ്പോഴാണ് മാതൃസഹോദരന്റെ ഭാര്യ കുന്നമംഗലം പോലീസിനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെയാണ് ആദ്യം നീ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പോലീസ് ഈ കുട്ടിയെ മർദ്ദിക്കുന്നത്. നല്ല രീതിയിൽ ഈ കുട്ടിയെ മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്നു. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ തലയ്ക്കും ഷോൾഡറിനും തോളലിനും ഒപ്പം കൈക്കും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്.
അങ്ങനെ മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടുകയും ചെയ്തു. പോലീസ് അന്ന് മർദ്ദനം നിർത്തിയത് താൻ ആദിവാസി യുവാവാണ് എന്നറിഞ്ഞപ്പോഴാണ് പോലീസ് അന്ന് മർദ്ദനം നിർത്തിയത് എന്ന് ഈ വിദ്യാർത്ഥി പറയുന്നുണ്ട്. ഈ ഒരു വിഷയം കേരള വിഷൻ ന്യൂസ് വാർത്തയിലൂടെ പുറം ലോകം അറിഞ്ഞു. തുടർന്ന് പോലീസ് ഇത് കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം എന്ന രീതിയിലാണ് ഈ കുട്ടിയെ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ നിന്നും ഈ കുട്ടിയെ മൊഴിമാറ്റാനുള്ള ശ്രമം ഉണ്ടായതായി ഇപ്പോൾ കുട്ടി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അത് വളരെയധികം ഗൗരവകരമായ കാര്യമാണ്. ഒരുപക്ഷെ വകുപ്പ് തല നടപടി ഉൾപ്പെടെ സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒപ്പം പോലീസുകാർക്കെതിരെ മർദ്ദനത്തിന് കേസെടുക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്കാണ് ഈ സംഭവങ്ങൾ വരുന്നത്. അനുജ, റിയാസ, ഈ കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടോ? അത് ഈ കുട്ടിക്ക് മർദ്ദനമേറ്റിരുന്നല്ലോ, അപ്പോൾ എന്തായാലും ആശുപത്രി വൈദ്യസഹായം എന്തായാലും തേടിയിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും ഞാൻ അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഈ വിദ്യാർത്ഥി 14-കാരനായ ഈ വിദ്യാർത്ഥി വൈദ്യസഹായം തേടുകയും ഡോക്ടറുടെ റിപ്പോർട്ട് ഉൾപ്പെടെ കുട്ടിക്ക് അനുകൂലമായ രീതിയിൽ തന്നെയാണ്. കാരണം കുട്ടിയുടെ തലയ്ക്കും ഒപ്പം തന്നെ കൈക്കും ഷോൾഡറിനും എല്ലാം തന്നെ പരിക്കുണ്ട്, അടിയേറ്റ പാടുകൾ വ്യക്തമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടറുടെ റിപ്പോർട്ടും ഈ കുട്ടിക്ക് അനുകൂലമാണ്. എന്തായാലും പോലീസുകാരെ സംരക്ഷിക്കാനുള്ള പോലീസ് ഇൻസ്പെക്ടറുടെ കുന്നമംഗലം പോലീസ് ഇൻസ്പെക്ടറുടെ ശ്രമം അത് പാളുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കൂടുതൽ തെളിവുകൾ പോലീസുകാർക്കെതിരെ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ പോലീസ് മൊഴിമാറ്റാൻ ഈ കുട്ടിയെ നിർബന്ധിച്ചു എന്ന കുട്ടിയുടെ വെളിപ്പെടുത്തൽ അതും ഏറെ ഗൗരവകരമായ കാര്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ നാളെ എന്തായാലും പോലീസുകാർക്കെതിരെ നിയമപരമായ നടപടി ഒപ്പം തന്നെ വകുപ്പ് തല നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവുക. അനുജ, വ്യക്തമാണ്. റിയാസ്, കോഴിക്കോട് പോലീസ് മർദ്ദനമേറ്റ ആദിവാസി വിദ്യാർത്ഥിയെ സ്വാധീനിക്കാൻ പോലീസിന്റെ ശ്രമം ഉണ്ടാകുന്നു. പോലീസ് മൊഴി മാറ്റാൻ നിർബന്ധിച്ചുവെന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. മൊഴി മാറ്റാൻ പണം വാഗ്ദാനം ചെയ്തുവെന്നും വിദ്യാർത്ഥി കേരള വിഷൻ ന്യൂസിനോടാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകിയത് റിയാസ് KM ആണ്.